തെരഞ്ഞെടുപ്പിന് മുൻപ് സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിട്ടുള്ള LDFന്റെ മേഖലാ ജാഥകൾക്ക് നാളെ തുടക്കമാവുകയാണ്. വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥ നാളെ മഞ്ചേശ്വരത്ത് നിന്നാണ് ആരംഭിക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന ജാഥ കുമ്പളയിൽ വൈകിട്ട് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. അരുൺ പൂപ്പറമ്പയാണ് ചേരുന്നത്. വിശദാംശങ്ങളുമായി അരുൺ, സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഓരോന്നായി ജനങ്ങളിലേക്ക് എത്തിക്കുക, അതാണ് ജാഥയിലൂടെ ലക്ഷ്യമിടുന്നത്. 3 മേഖലാ ജാഥകളുണ്ട്. ഇതിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടറി നയിക്കുന്ന ജാഥ നാളെ തുടക്കമാവുകയാണ്. ഒരുക്കങ്ങൾ ഏതുവരെയായി? വിനീത, ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മഞ്ചേശ്വരം മണ്ഡലത്തിലെ കുമ്പളയിലാണ് വടക്കൻ മേഖലാ ജാഥയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് ഈ വടക്കൻ മേഖലാ ജാഥ നയിക്കുന്നത്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് തെക്കൻ മേഖലാ ജാഥയും മധ്യ മേഖലാ ജാഥ ജോസ് കെ മാണിയുമാണ് നയിക്കുകയും ചെയ്യുന്നത്. വടക്കൻ മേഖലാ ജാഥ നാളെ ആരംഭിച്ച് തിരുവനന്തപുരത്താണ് ഈ ജാഥ സമാപിക്കുകയും ചെയ്യുന്നത്. ഓരോ പാലക്കാട്ടെ തരൂരിലാണ് ഈ വടക്കൻ മേഖലാ ജാഥ സമാപിക്കുന്നത്. ഓരോ മണ്ഡലങ്ങളിലും ഒരു സ്വീകരണ കേന്ദ്രമാണ് നിലവിൽ ഒരുക്കിയിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, അതിന്റെ രാഷ്ട്രീയ പ്രചാരണം നടത്തുക എന്നതാണ് പ്രധാനമായും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജാഥയിലൂടെ ഇടതുമുന്നണി ലക്ഷ്യമിടുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേരിട്ട കടുത്ത തിരിച്ചടിയുണ്ട്. അതിനു മുമ്പ് പിണറായി സർക്കാരിന്റെ 3.0 എന്ന വലിയ പ്രചാരണത്തിലേക്ക് പോകുന്നതിനിടെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത്തരമൊരു തിരിച്ചടി നേരിട്ടത്. അതിനുശേഷം ഗൃഹസന്ദർശനം ഉൾപ്പെടെ പൂർത്തിയാക്കി ഇതിനുശേഷമാണ് ഇപ്പോൾ ഈ ജാഥകളിലേക്ക് കടക്കുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ട പ്രത്യേകിച്ച് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അത് ഈ ജനങ്ങളോട് വിശദീകരിക്കേണ്ടതുണ്ട്. അതിൽ നമുക്കറിയുന്നത് പോലെ തന്നെ സർക്കാരും ഇടതുമുന്നണിയും പ്രത്യേകിച്ച് CPM ഒക്കെ വലിയ രീതിയിൽ പ്രതിരോധത്തിലായ വിഷയമാണ്. അതോടൊപ്പം മലബാറിൽ നേരിട്ട, പ്രത്യേകിച്ച് വടക്കൻ മലബാറിലൊക്കെ നേരിട്ട കടുത്ത തിരിച്ചടി, അതിൻ്റെയൊക്കെ കാരണങ്ങൾ നേരത്തെ തന്നെ CPM തന്നെ വിലയിരുത്തിയതാണ്, അല്ലെങ്കിൽ ഇടതുമുന്നണി വിലയിരുത്തിയതാണ്. ഇതുൾപ്പെടെ ജനങ്ങൾ വിശദീകരിക്കുക, അതോടൊപ്പം സർക്കാരിന്റെ മറ്റു വികസന പദ്ധതികൾ ഇപ്പോൾ ഒടുവിൽ ബജറ്റിൽ ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടുള്ള ജനകീയ പദ്ധതികളൊക്കെ ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുകയായിരിക്കും ഈ ജാഥയിലൂടെ പ്രധാനമായും ലക്ഷ്യമിടുക. ശരി, വ്യക്തമാണ്. അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്.